ഹലോ എവ്രി വൺ. ഇംഗ്ലീഷ് ഭാഷയിൽ അത്യാവശ്യം നല്ല അറിവുള്ള വ്യക്തികളായിരിക്കും നിങ്ങളിൽ പലവരും. ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാൻ സാധിക്കുമായിരിക്കും, നന്നായിട്ട് വായിക്കാൻ സാധിക്കും, അത്യാവശ്യം കേട്ടാൽ നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ സംസാരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട വിധം നമുക്കൊരു റിപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നില്ല, ഒരു കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് പലരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇതിനൊരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ: പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇംഗ്ലീഷിൽ ഒരുപാട് കോണ്ടൻസ് ഒക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ടാവും. അത്യാവശ്യം ഗ്രാമർ ഒക്കെ പഠിക്കുന്നുണ്ടാകും, വൊക്കാബുലറി, ഫ്രേസസ് ഇതെല്ലാം എഴുതി വെക്കുന്നുണ്ടാകും. പക്ഷെ വേണ്ട വിധം നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഈ ചെയ്തതിനൊന്നും ഫലം കാണില്ല. അതുകൊണ്ട് തന്നെ പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് എത്ര എംഫസൈസ് ചെയ്താലും മതിയാവില്ല. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഒബ്ജക്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്തത് കൊണ്ടാണ്. നമ്മുടെ മുറിയിൽ കാണുന്ന സാധാരണ വസ്തുക്കൾ, അതായത് ഒരു ഫാൻ, ടേബിൾ, ചെയർ, പെൻ, ഒരു വാട്ടർ ബോട്ടിൽ ഒക്കെ എടുത്തു വെച്ച് എങ്ങനെ നമ്മുടെ പ്രാക്ടീസിൽ ഉപയോഗപ്പെടുത്താം എന്നാണ് നമ്മൾ നോക്കിയത്. മാത്രമല്ല, മൂവീസിനെ കുറിച്ചും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ കാണുന്ന TV ഷോസോ അല്ലെങ്കിൽ വെബ് സീരീസോ എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് നമ്മുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്താമെന്നും നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകൾക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണേ. ഇന്നത്തെ നമ്മുടെ ലെസണിൽ നോക്കാൻ പോകുന്നത് ഒരു സ്ഥലത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് നമ്മുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്താമെന്നാണ്. കൂടാതെ ഒരു പിക്ചറിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്നും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പീക്കിംഗ് പ്രാക്ടീസിൽ എൻ്റെ മുറിയിൽ ഇരിക്കുന്ന ഒരു പിക്ചർ എടുത്ത് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഇവിടെ ഒരുപാട് വാൾ പെയിൻറ്റിങ്സ് നിങ്ങൾക്ക് കാണാം. അതിൽ ഒരു വാൾ പെയിൻറ്റിങ് എടുത്താണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പെയിൻറ്റിംഗ് ആണ് നമ്മൾ ഇന്ന് പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഈ ഒരു പെയിൻറ്റിംഗ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തരാം. ഈ പോയിന്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഏത് സ്ഥലവും ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പിക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് വാൾ പെയിൻറ്റിങ്സിലെ പിക്ചേഴ്സ് മാത്രമല്ല കേട്ടോ, നമുക്ക് എവിടെ പിക്ചേഴ്സ് കണ്ടാലും നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മുടെ കാലണ്ടറിൽ തന്നെ ഓരോ മാസങ്ങളിലും ഓരോ പിക്ചർ കൊടുത്തിട്ടുണ്ടാവില്ലേ, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാം. അല്ലെങ്കിൽ ബുക്കിൻ്റെ കവറിലോ അല്ലെങ്കിൽ മാഗസീൻസിലൊക്കെ കാണുന്ന പിക്ചേഴ്സ് എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പിക്ചറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് 5 പോയിന്റ്സ് ആണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗിവ് എ സമ്മറി ഓഫ് വാട്ട് യു സീ ഇൻ ദ പിക്ചർ. ആ പിക്ചറിൽ കാണുന്നതിൻ്റെ ഒരു സമ്മറി, അതായത് ഒരു ഉള്ളടക്കം നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ആലോചിച്ച് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. എ സമ്മറി ഓഫ് വാട്ട് യു സീ. രണ്ടാമത് നമുക്ക് പറയാം where things are in that picture. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു സ്ട്രീറ്റിൻ്റെ പിക്ചറാണ് കാണുന്നതെന്ന് വിചാരിക്കുക. ഒരുപാട് ആളുകളൊക്കെ നടന്നു പോകുന്ന ഒരു സ്ട്രീറ്റിൻ്റെ ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് എവിടേക്കാണ് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. യു ക്യാൻ സേ ദാറ്റ് ഐ ക്യാൻ സീ എ ബിസി സ്ട്രീറ്റ്. പീപ്പിൾ ആർ വാക്കിംഗ് ഓൾ അറൗണ്ട് ദ സ്ട്രീറ്റ്. ഐ ക്യാൻ സീ ദാറ്റ് ഇൻ ദ കോർണർ ദർ ഇസ് എ കോഫി ഷോപ്പ്. നെക്സ്റ്റ് ടു ദാറ്റ് ദർ ഇസ് എ ലൈബ്രറി. On the left side of the picture, there is a man holding the hand of a girl. അപ്പോൾ എവിടേക്കാണ് ലെഫ്റ്റ്, റൈറ്റ്, അല്ലെങ്കിൽ മിഡിൽ, കോർണർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എവിടേക്കാണ് ഓരോരോ വസ്തുക്കളെന്ന് അല്ലെങ്കിൽ ആ പിക്ചറിൽ കാണുന്ന കാര്യങ്ങളെന്ന് നമുക്ക് പറഞ്ഞു പോകാം. മൂന്നാമത്തെ പോയിന്റ്, ആഡ് ഡീറ്റെയിൽസ്. ആഡ് ഡീറ്റെയിൽസ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു. അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, ഒരു കോഫി ഷോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ലൈബ്രറി കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽസ് ആണ്. ദർ ഇസ് എ ട്രാഫിക് സിഗ്നൽ എന്ന് നമുക്ക് പറയാം. ആ പിക്ചറിൽ ഒരു ട്രാഫിക് സിഗ്നൽ ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് ആ പിക്ചറിനെ കുറിച്ച്. ആ പിക്ചറിൽ നമ്മൾ കാണുന്ന ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. നമുക്ക് നാലാമത് പറയാം സ്പെക്കുലേറ്റ്. സ്പെക്കുലേറ്റ് ഓൺ വാട്ട് യു സീ ഇൻ ദ പിക്ചർ. സ്പെക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ കുറച്ച് ഇമാജിനേറ്റീവ് കൂടെ ആകാം കേട്ടോ. അപ്പോൾ ഊഹിച്ച് നമുക്ക് കാര്യങ്ങൾ പറയാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഐ കൻ സീ എ മാൻ ഹോൾഡിംഗ് ദി ഹാൻഡ് ഓഫ് എ ലിറ്റിൽ ഗേൾ. ഷീ ഈസ് വെയറിങ് എ യൂണിഫോം. പ്രോബബ്ലി ദ മാൻ ഇസ് ഹർ ഫാദർ. അപ്പോൾ അവിടെ നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യാണ്. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് ഫാദർ ആണോ എന്ന്. മേ ബി അത് അങ്കിൾ ആയിരിക്കാം. ബട്ട് വി ആർ സ്പെക്കുലേറ്റിംഗ് തിങ്സ് വാട്ട് വി ആർ സീയിങ് ഇൻ ദ പിക്ചർ. അഞ്ചാമത് വി ക്യാൻ സ്പെക്കുലേറ്റ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പിക്ചർ. നമുക്ക് ആ ഒരു
കോണ്ടെക്സ്റ്റ് വേണമെങ്കിൽ സ്പെക്കുലേറ്റ് ചെയ്യാം, ഊഹിച്ച് കാര്യങ്ങൾ പറയാം. അതായത് പീപ്പിൾ ആർ ഓൾ റഷിങ് അറൗണ്ട്, പ്രോബ്ലി ദർ ഇസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് എ ബാഡ് വെദർ, ഒരു ബാഡ് വെദർ ആണ് വരാൻ പോകുന്നതിനുള്ളൊരു ഇൻഡിക്കേഷൻ കിട്ടിയത് കാരണമായിരിക്കാം ആൾക്കാരൊക്കെ പെട്ടെന്ന് പോകുന്നത് എന്നൊക്കെ നമുക്ക് ഊഹിച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ 5 പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്കൊരു പിക്ചറിനെ കുറിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ഗിവ് എ സമ്മറി ഓഫ് വാട്ട് യു സീ. രണ്ടാമത് say where things are in the picture, add details, speculate about the things in the picture and speculate about the context in the picture. ഈ 5 പോയിന്റ്സ് മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അതായത് ഒരു പ്ലേസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ, നമ്മളിപ്പോൾ നേരത്തെ കണ്ട നമ്മുടെ വാൾ പെയിൻറ്റിങ്, അതൊരു ഫോറസ്റ്റ് സീനറി ആയിരുന്നല്ലോ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊരു പ്ലേസിനെ കുറിച്ചും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. ഏതൊരു സ്ഥലവുമാകാം കേട്ടോ, നിങ്ങളുടെ വീട് തന്നെയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ നാടാകാം, അല്ലെങ്കിൽ നമ്മുടെ കോളേജിലും സ്കൂളിലൊക്കെ നമ്മൾ സ്ഥിരമായി ഇരിക്കാറിരുന്ന ഒരു സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനിക് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കാം, നമ്മൾ ട്രിപ്പ് പോയ ഒരു സ്ഥലമായിരിക്കാം. ഏതൊരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും ഒരു 4 കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഫിസിക്കലി ഡിസ്ക്രൈബ് ദ പ്ലേസ്. ഫിസിക്കലി നമ്മൾ എന്തൊക്കെയാണോ ആ സ്ഥലത്ത് കാണുന്നത്. രണ്ടാമത് യു ക്യാൻ ഓൾസോ സ്പീക്ക് അബൌട്ട് ദി ഇമോഷൻസ് അറ്റാച്ച്ഡ് വിത്ത് ദാറ്റ് പ്ലേസ്. നമുക്ക് ഇമോഷണലി എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയാം. ഇപ്പോൾ നമുക്ക് വീടിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ നാടിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ സ്ഥിരമായി ഇരിക്കാറുള്ള ഒരു സ്ഥലമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് ഇമോഷണൽ കണക്ഷൻ ഉള്ള സ്ഥലമല്ലേ, ഇമോഷൻസിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. മൂന്നാമതായിട്ട് യു ക്യാൻ യൂസ് ഓൾ യുവർ സെൻസസ് ഡ്യൂറിങ് ദി ഡിസ്ക്രിപ്ഷൻ. നമ്മുടെ 5 സെൻസസും നമുക്ക് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണ് 5 സെൻസസ്? സൈറ്റ്, സ്മെൽ, സൗണ്ട്, ടേസ്റ്റ്, ടച്ച്. ഈ 5 കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കാണിച്ച സീനറി ഒരു കാടിൻ്റെയൊക്കെ ഒരു സീനറി ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ നമുക്ക് ഈ 5 സെൻസസ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ആദ്യത്തെ സൈറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ഒരു ഫോറസ്റ്റ് സീനറിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഗ്രീൻ, ബ്രൗൺ, fallen trees, അല്ലെങ്കിൽ ഡെഡ് ലീവ്സ്. ഇതെല്ലാം സൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗ്രീൻ കളേഴ്സ് കാണാം, ബ്രൗൺ കളേഴ്സ് കാണാം, വീണ് കിടക്കുന്ന ഇലകളെ കാണാം, വീണ് കിടക്കുന്ന മരങ്ങളെ കാണാം. അപ്പോൾ ഇതൊക്കെ സൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സൈറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കാം. ഇനി സ്മെല്ലായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യമുണ്ടാവും? നമുക്ക് വൈൽഡ് ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻറ്റിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ earthy സ്മെൽ, ഒരു മണ്ണിൻ്റെ മണം. അതുപോലെ തന്നെ റോട്ടിംഗ് വുഡിനെ കുറിച്ച് നമുക്ക് പറയാം. വീണ് കിടക്കുന്ന മരം അത് പതുക്കെ റോട്ട് ചെയ്യുന്നതിനെ കുറിച്ച്, അതിൻ്റെ മണത്തെക്കുറിച്ച് പറയാം. അപ്പോൾ അങ്ങനെ സ്മെല്ലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഈ ഹിൻറ്റ് വേർഡ്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് ശബ്ദം എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? വി കൻ ഹിയർ ലീവ്സ് റസ്ലിംഗ്. നമ്മുടെ ഇലകളുടെ ഇടയിൽ കൂടെ കാറ്റ് വീശുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദമില്ല, അതിനെയാണ് റസ്ലിംഗ് എന്ന് പറയുന്നത്. ലീവ്സ് റസ്ലിംഗ്. വി ക്യാൻ ഹിയർ ദ ഇൻസെക്ട്സ് ഹമ്മിങ്, ദ ബേർഡ്സ് ചർപ്പിംഗ്. ഇതെല്ലാം നമുക്ക് കേൾക്കാൻ സാധിക്കും. ടേസ്റ്റ് ആയിട്ട് എന്തൊക്കെ പറയാൻ പറ്റും? ബെറീസ്, ഫ്രൂട്ട്സ് ഒക്കെ തൂങ്ങിക്കിടക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ വി ക്യാൻ സേ ദ സൈറ്റ് ഓഫ് ദ ബെറീസ്, ദ ഫ്രൂട്ട്സ് വാട്ടേർഡ് മൈ മൗത്ത്. അങ്ങനത്തെയൊക്കെ രീതിയിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഇനി ദ ലാസ്റ്റ് വൺ, ടച്ച്, ടെക്സ്ചർ. അതായിട്ട് എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും? അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറയാൻ പറ്റും? വി ക്യാൻ സ്പീക്ക് അബൌട്ട് ദി അൺഈവൺ ഗ്രൗണ്ട്. അൺഈവണായി കിടക്കുന്ന ഗ്രൗണ്ടിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ വെറ്റായിട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. ലീവ്സൊക്കെ ചിലപ്പോൾ വെറ്റായി കിടക്കുന്നുണ്ടാവും, അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ ഉള്ള കാര്യം പറയാം. പിന്നെ നമുക്ക് പറയാം സ്പൈഡർ വെബ് സ്ട്രാൻഡ്സ്. നമ്മൾ ഈ 8 കാലിയുടെ വലയിൽ കൂടെയൊക്കെ നടക്കുന്നതോ നിങ്ങൾ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീൽ അറിയത്തില്ലേ, അതിനെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. സ്റ്റിക്കി സാപ്പിനെ കുറിച്ച്, ഇലകളൊക്കെ ചില ഇലകളിൽ നിന്നും വെളുത്ത ഒരു ലിക്വിഡ് പോലെ വരില്ലേ, ദാറ്റ് ഇസ് എ സാപ്പ്. അപ്പോൾ ആ സ്റ്റിക്കി സാപ്പ് നമ്മുടെ കയ്യിലാകുന്നതിനെ കുറിച്ച് പറയാം. സോ യു ക്യാൻ യൂസ് ഓൾ യുവർ 5 സെൻസസ്. ഈ 5 സെൻസസും ഉപയോഗിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടുവരാൻ സാധിക്കും.
ഇനി നാലാമതായിട്ട് യു ക്യാൻ യൂസ് സിമിലീസ് ആൻഡ് മെറ്റഫേഴ്സ്. സിമിലീസ് ആൻഡ് മെറ്റഫേഴ്സ് എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിന് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കാണും, ബട്ട് സ്റ്റിൽ യു ക്യാൻ ട്രൈ. സിമിലീസ് ആൻഡ് മെറ്റഫേഴ്സ് അത് അലങ്കാര ഭാഷയാണ്, സിമിലീസും മെറ്റഫേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ. സിമിലി എന്ന് പറയുന്നത് രണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വസ്തു ഒന്നിനെ പോലെയാണ് എന്ന് പറയുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. നമ്മൾ ലൈക്ക്, ആസ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് ഒന്നിനെ പോലെയാണ് എന്ന് പറയുന്നത്. മെറ്റഫർ എന്ന് പറയുന്നതും ഏകദേശം അതുപോലെ തന്നെ ഒന്ന് മറ്റൊന്നാണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. വി ഡോണ്ട് യൂസ് വേർഡ്സ് ലൈക്ക് ആൻഡ് ആസ് വൈൽ യൂസിങ് മെറ്റഫർ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ, അവളൊരു മാലാഖയെ പോലെയാണ് എന്ന് പറയുന്നത് സിമിലിയാണ്. ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ, ലൈക്ക് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു, അപ്പോൾ അത് സിമിലിയാണ്. ഇനി മെറ്റഫർ ആയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഷീ ഈസ് ആൻ ഏഞ്ചൽ എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആലങ്കാരിക ഭാഷ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. തുടക്കത്തിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് കാണും, പക്ഷേ ഈ സിമിലീസും മെറ്റഫേഴ്സ് ഒക്കെ ഉപയോഗിച്ചാൽ, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ ഒരു കളർ കൊണ്ടുവരാൻ സാധിക്കും, ഒരു പ്രത്യേക ഫ്ലേവർ കൊണ്ടുവരാൻ സാധിക്കും. ഒരു ഡള്ളായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അപ്പം തന്നെ ലൈറ്റൻ അപ്പ് ചെയ്യും നമ്മളുടെ ഈ സിമിലിയുടെയൊക്കെ ഉപയോഗം കൊണ്ട്. ഇഫക്റ്റീവായിട്ട് നമ്മൾ സിമിലിയൊക്കെ ഉപയോഗിച്ചാൽ ഇതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ബട്ട് പ്ലീസ് ബി കെയർഫുൾ വൈൽ യൂസിങ് ഓൾ ദീസ് സിമിലീസ് അല്ലെങ്കിൽ മെറ്റഫേഴ്സ്, ഇഡിയംസ് ആൻഡ് ഓൾ. അധികമായാലും അമൃതവും വിഷമാണല്ലോ. അപ്പോൾ നമ്മൾ ഒത്തിരി സിമിലീസും മെറ്റഫേഴ്സ് അല്ലെങ്കിൽ ഇഡിയംസ് ഒക്കെ പഠിച്ചു എന്ന് വിചാരിച്ച് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ കോൺവെർസേഷനിലൊക്കെ ഇടയ്ക്കൊക്കെ ഒരു സിമിലിയോ ഇഡിയമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേക്ക് യുവർ സ്പീച്ച് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പ്ലേസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പിക്ചറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത്. ഇന്നത്തെ നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസിൽ നമ്മൾ ഈ രണ്ടും കൂടെ കൂടിച്ചേർത്താണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ആ ഒരു പിക്ചർ നിങ്ങളെ സൂം ചെയ്ത് നന്നായിട്ട് കാണിച്ചു തരാം. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഡിസ്ക്രിപ്ഷൻ, ആ ഒരു പിക്ചറിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് വെക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ പറഞ്ഞതിന് ശേഷം ലൈൻ ബൈ ലൈൻ ആയിട്ട് ഞാൻ എന്താ പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും തരുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ പ്രാക്ടീസിലോട്ട് പോയാലോ. Picture truly is a representation of a simple life in harmony with nature. In this picture, I can see a lonely wooden house surrounded with trees. It looks like the house is located in the forest. I can also see a girl looking out through the window, probably enjoying the air filled with the smell of the damp moss, the wet tree trunks, or the scents of the wild flowers. Or perhaps she must be lost in her dreams as the forest hums with life. The picture, in fact, is a visual treat comprising of different elements such as trees, leaves, rocks, moss, and a part of a stream. The beams of sunlight seems to break through the cracks of greenery, lighting up the stream. The house is a perfect choice for those who want to enjoy intimacy with nature. I wish to be in such places as it truly satiates my spiritual, emotional, and physical well-being. The picture truly is a representation of a simple life in harmony with nature. പ്രകൃതിയായി ഇഴകിച്ചേർന്ന ഒരു സാധാരണ ജീവിതത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു ചിത്രത്തിനെ കാണാൻ സാധിക്കുന്നത്. In this picture, I can see a lonely wooden house surrounded with trees. ഈ ഒരു ചിത്രത്തിൽ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഒരു വീടാണ്, ഒരു വുഡൻ ഹൗസാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. It looks like the house is located in the forest. ഈ ഒരു വുഡൻ ഹൗസ് ഒരു കാടിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് തോന്നുന്നു. I can also see a girl looking out through the window. ഒരു പെൺകുട്ടി അവളുടെ ജനലിൻ്റെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. Probably enjoying the air filled with the smell of the damp moss, the wet tree trunks, or the scents of the wild flowers,
ചിലപ്പോൾ ഈ പെൺകുട്ടി കാറ്റിലൂടെ വരുന്ന ആ ഒരു നനഞ്ഞ പായലിൻ്റെയോ അല്ലെങ്കിൽ മരത്തിൻ്റെ കൊമ്പിൻ്റെയോ അല്ലെങ്കിൽ വൈൽഡ് ഫ്ലവേഴ്സിൻ്റെയൊക്കെ ആ ഒരു മണം ആസ്വദിച്ച് നിൽക്കുകയായിരിക്കും. Or perhaps she must be lost in her dreams as the forest hums with life. അല്ലെങ്കിൽ ഒരു പക്ഷേ അവൾ കാടിൽ കേൾക്കുന്ന ജീവന്റെ തുടിപ്പിലൂടെ അവളുടേതായിട്ടുള്ള ഒരു സ്വപ്നലോകത്ത് മുഴുകി നിൽക്കുന്നതുമാകാൻ സാധ്യതയുണ്ട്. The picture, in fact, is a visual treat comprising of different elements such as trees, leaves, rocks, moss, and a part of a stream. വിഷ്വലി ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ സാധിക്കുന്നത്. മരങ്ങളും ഇലകളും പാറക്കല്ലുകളും പായലും ഒരു തടാകത്തിൻ്റെ ഒരു ഭാഗവും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. The beams of sunlight seems to break through the cracks of greenery, lighting up the stream. സൂര്യൻ്റെ വെളിച്ചം ഗ്രീനറിയുടെ ആ ഒരു ക്രാക്കിലൂടെയൊക്കെ വന്ന് ആ തടാകത്തിൻ്റെ ഭാഗത്ത് വന്ന് വീഴുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. The house is a perfect choice for those who wants to enjoy intimacy with nature. പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് ഈ ഒരു വീട് എന്ന് പറയുന്നത്. I wish to be in such places as it truly satiates my spiritual, emotional and physical well-being. എനിക്ക് ഇത്തരം സ്ഥലങ്ങളിൽ പോകാൻ ഒത്തിരി ഇഷ്ടമാണ്. ഐ വോണ്ട് ടു ബി ഇൻ സച്ച് പ്ലേസസ്. എനിക്ക് ഇത്തരം സ്ഥലങ്ങളിലാകാൻ ഒത്തിരി ഇഷ്ടമാണ്. ഇതെൻ്റെ ആത്മീയവും മാനസികവും ശാരീരികവുമായ ക്ഷേമത്തിന് വളരെയധികം ഗുണകരമാണ്. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓരോരോ ടോപ്പിക്സ് എടുത്ത് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഐ ഹോപ്പ് ദ വീഡിയോ വാസ് ഇൻഫർമേറ്റീവ്. ഹാപ്പി ലേണിംഗ് എവറി വൺ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൾ ഇൻ അനദർ വീഡിയോ. താങ്ക് യു സോ മച്ച്.